FRB NDPCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഷോപ്പ് കീപ്പർ എന്താ ചെയ്യുന്നത്, ചീറ്റ്സ് ഇറ്റ് ഡീലർ ബൈ 25% ആൻഡ് ചീറ്റ്സ് കസ്റ്റമർ ഓൾസോ എത്രയാണ് 20%. അപ്പോൾ ഇങ്ങനെ ഇത് മാത്രം തന്നാൽ മതി. ഇവിടെ ഓൾറെഡി ഇവർ ഈ ഒരു ഹിൻഡ് തന്നിട്ടുള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതായത് അയാളുടെ കയ്യിൽ നിന്നും 1 കിലോ പോയാൽ അയാൾക്ക് എത്ര കിട്ടും, 1.25 അയാളെ എടുക്കും. അങ്ങനെ ചീറ്റ് ചെയ്യുന്നു ഡീലറിനെ. പിന്നെന്താ ചെയ്യുന്നത്, കസ്റ്റമറിനെ ചീറ്റ് ചെയ്യുന്നു. അതായത് 0.8 അയാൾ കൊടുക്കത്തുള്ളൂ, പക്ഷേ 1 കിലോ എന്ത് ചെയ്യും, കസ്റ്റമറിൻ്റെ അടുത്ത് 1 കിലോ ആണെന്ന്, പക്ഷേ അയാളുടെ കയ്യിൽ നിന്ന് എത്രൻ്റെ പൈസയെ പോകത്തുള്ളൂ, 0.8 പോകത്തുള്ളൂ. അയാളുടെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ പോകുന്നത് അയാൾക്ക് കിട്ടുന്നത്. കയ്യിൽ നിന്ന് റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 100ഉം 125 4:5 റേഷ്യോ. ഇവിടെയും 8:10 വരും, 4:5 വരും. അതായത് 16 കയ്യിൽ നിന്ന് പോയാൽ 25 അയാൾക്ക് കിട്ടും. ലാഭം 9 രൂപ അല്ലെങ്കിൽ 9 യൂണിറ്റ്. എത്രയുള്ളൂ, 16 1/16 6.25 ആണ്. 6.25 × 9 അല്ലെങ്കിൽ നിങ്ങൾക്ക് 8+1/16 എന്ന് എഴുതാം. 8/16 50%, 1/16 6.25, അതായത് 56.25%. ഇനിയിപ്പോൾ നമുക്ക് ചില ക്വസ്റ്റിനകത്ത് ഇത് തരത്തില്ല, ഈ ഒരു ടേക്സ് 1.25 kg ഇൻസ്റ്റെഡ് ഓഫ് 1 kg. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് ഓൾറെഡി പഠിപ്പിച്ചതാണ് ഡിസോണസ്റ്റ് ഡീലർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് 25% ചീറ്റ് എന്ന് പറഞ്ഞാൽ 25% 1/4 ആണ്. അതായത് അയാളുടെ കയ്യിൽ നിന്ന് 4 പോയാൽ അയാൾ 5 രൂപയുടെ സാധനം എടുക്കും. അതായത് നമുക്ക് എപ്പോഴും ഈ ഒരു കടക്കാരൻ ഷോപ്പ് കീപ്പറിന് ലാഭം കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാതെ എഴുതുക, കയ്യിൽ നിന്ന് 4 പോയാൽ അയാൾ 5 എടുക്കും. എന്നാൽ മറ്റേ കേസിൽ 20% എന്ത് ചെയ്യുവാണ്, ചീറ്റ് ചെയ്യുവാണ്. അതിൻ്റെ അർത്ഥം 1/5 ആണ് 20%. അതായത് 5 രൂപയുടെ സാധനമാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യത്തുള്ളൂ, ഇന്ന് കുറച്ച് 4 അയാൾ കൊടുക്കത്തുള്ളൂ. അയാളുടെ കയ്യിൽ നിന്ന് 4 പോകത്തുള്ളൂ. റേഷ്യോ എന്ത് കിട്ടും, 16:25, ലാഭം 9/25. ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. നല്ല ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡിസോണസ്റ്റ് ഡീലറിലെ. നന്നായിട്ട് പഠിച്ചിട്ട് പോവാം.